വാദി കബീറിലെ സംഭവം നടക്കുന്ന ഏകദേശം അതേ സമയത്താണ് അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ വ്യവസായ തുറമുഖമായ ദുഃഖം വിലായത്തിൽ എണ്ണക്കപ്പൽ മറിയുന്നത്. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞത്. 16 ആളുകളെ കാണാതായിരിക്കുകയാണ്. അവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിക്കുന്നത്. ഇതിൽ 13 പേർ ഇന്ത്യക്കാരാണ്, 3 പേർ ശ്രീലങ്കക്കാരുമാണ്. കപ്പൽ തലകീഴായി മുങ്ങിയെന്നും എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ സമുദ്രത്തിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അതോറിറ്റി പറയുന്നുണ്ട്. പ്രാദേശിക അധികാരികളുടെ കീഴിലാണ് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യമൻ തുറമുഖമായ ഏദനിലേക്ക് പോകുന്ന കപ്പലാണ് മറിഞ്ഞത്. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കൊമോറസ് പതാകയാണ് കപ്പലിലുണ്ടായിരുന്നത്. ആഫ്രിക്കയിൽ ഒരു ദ്വീപാണ് കൊമോറസ്. ഏതായാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്.